ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ് ഇഷ്യൂവിനെ പറ്റിയും ബോണസ് ഷെയർസിനെ പറ്റിയും സ്വെറ്റ് ഇക്വിറ്റി, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നും. പക്ഷെ ഈ ഓരോന്നിന്റെയും ചെറിയ ചെറിയ പോയിന്റ്സ്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനി ഫസ്റ്റ് ആയിട്ട് ഷെയർ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഓഫർ ചെയ്യുന്നതാണ് റൈറ്റ് ഇഷ്യൂ. അപ്പോൾ അത് ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഓഫർ ചെയ്യുന്നു. അപ്പൊ ബോണസ് എന്താണ്? ബോണസ് ഷെയർസ് അതും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ അതെങ്ങനെയാ? അത് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പല പോയിന്റ്സിലും കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആ ബുക്കുമായിട്ടൊക്കെ ടച്ചൊക്കെ വിട്ടുപോയ ആളുകളോടാണ് പറയുന്നത്. ഇതൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാത്തവർ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ഇസോപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അതും നിലവില് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസിനെ, നല്ല കാലിബർ ഉള്ള എംപ്ലോയീസിനെ, നല്ല കഴിവുള്ള ആളുകളെ നമ്മുടെ ബിസിനസ്സിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവര് വേറെ എവിടേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് നമ്മുടെ കമ്പനിയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എ സെൻസ് ഓഫ് വൺനെസ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടെ സർവീസ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ, നമുക്ക് ആ കമ്പനിയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിന് ഷെയർ എന്ത് ചെയ്യാണ്? ഏത് ടൈപ്പ് ഷെയർ ആണ്? ഇക്വിറ്റി ഷെയർ നിലവിലുള്ള എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ ഓഫർ ചെയ്യും, കമ്പനി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വാങ്ങിക്കാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിന്, ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിനായിരിക്കും എന്ത് ചെയ്യുന്നത്? ഷെയർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും സ്റ്റാർട്ടപ്സ് ഒക്കെയാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഇസോപ്പ് പോലുള്ള പ്ലാനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കമ്പനിയിലുള്ള ഹൈ കാലിബർ ഉള്ള എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസിലും ഒരു താഴ്ന്ന അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിന് ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 3 വർഷമെങ്കിലും നിന്നാൽ, അല്ലെങ്കിൽ 2 വർഷം എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയർ ഈ ഒരു പ്രൈസിന് എന്ത് ചെയ്യാം? വാങ്ങിക്കാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈബാക്ക് ആണ്. ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തിരിച്ചു വാങ്ങിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് മേടിക്കുന്നു. ബൈ ബാക്ക് എന്ന് പറയുമ്പോൾ എന്താ? ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് റിട്ടേൺ കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ബൈബാക്ക് ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സോഴ്സിൽ നിന്നൊക്കെ ബൈബാക്ക് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കേസിൽ, ഇത്രയും ആളുകളുടെ പക്കൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷെയർ വാങ്ങിക്കാം. ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഷെയർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഷെയർ അങ്ങോട്ട് കൊടുക്കുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ആയി, അക്യുമുലേറ്റ് ചെയ്തു, പ്രോഫിറ്റ് ഒക്കെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ഒന്ന് ഓവറായിട്ടുള്ള ഒരു പ്രോഫിറ്റ് അക്യുമുലേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചൊന്ന് നമ്മുടെ ഷെയർസ് ഒക്കെ ഓപ്പൺ മാർക്കറ്റിലൊക്കെ ഉള്ള ഷെയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിക്കാം. ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്ന് ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങിക്കാം. ഇപ്പൊ നിലവിൽ നമ്മുടെ എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് നമുക്ക് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് ഷെയർ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഓഡ് ലോട്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങിക്കാം. ഓഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 താഴെയൊക്കെയുള്ള ഷെയർ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിലായിട്ട് അങ്ങനെ ഒരു ലോട്ടായിട്ടൊന്നും വാങ്ങിക്കുന്നവരായിരിക്കില്ല, അവരുടെ കയ്യിൽ അത്രയും പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ 100 കുറവ് ഷെയർസ് ഒക്കെ ഉള്ള അങ്ങനെ ഉള്ളവരുടെ അടുത്ത് നിന്ന് ഓഡ് ലോട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ എംപ്ലോയീസിന് ഷെയർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നും വാങ്ങിക്കാം. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്നത് ഫ്രീ റിസർവിൽ നിന്നോ, കമ്പനി ഇങ്ങനെ ബൈബാക്ക് ചെയ്യുമ്പോൾ ഷെയർ തിരിച്ചു വാങ്ങിക്കുമ്പോ കമ്പനിക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പൊ ആ പൈസ എന്ന് പറയുന്നത് കമ്പനിക്ക് നിലവിൽ കമ്പനിയുടെ ഫ്രീ റിസർവിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ അല്ലെങ്കിൽ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് എന്താ പറയുക ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ്, അതായത് ക്യാഷിൽ നിന്നോ എന്ത് ചെയ്യാം, ഇത്തരത്തില് ഷെയർ ബൈബാക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോ ഫ്രീ റിസർവിൽ നിന്നാണ് ഇത് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് carried out of free reserves, ഫ്രീ റിസർവിൽ നിന്നാണ് ഇത്തരത്തിൽ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര രൂപയുടെ ഷെയർ ആണോ ഇത്തരത്തിൽ ബൈബാക്ക് ചെയ്യുന്നത് അത്രയും രൂപ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. The company must transfer a sum equal to the nominal value of shares bought back. അപ്പോൾ ഷെയറിന്റെ നോമിനൽ വാല്യൂ എത്രയാണോ, അതിന്റെ ഫേസ് വാല്യൂ എത്രയാണോ, ആ വാല്യൂ എത്ര രൂപയുടെ ഷെയർ ആണോ, ഇപ്പൊ 10 രൂപ മുഖവിലയുള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഒരു 1000 ഷെയർ ആണ് വാങ്ങിക്കുന്നെങ്കിൽ 10,000 രൂപ. അപ്പൊ ആ ഒരു ഈക്വൽ എമൗണ്ട് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന ഒരു കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ബൈബാക്ക് എന്താണെന്ന് മനസ്സിലായോ? അപ്പോ ബൈബാക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ബൈബാക്ക് ചെയ്യുമ്പോൾ ഫോളോയിങ് ആർ ദ പ്രൊസീജിയർ ലേ ഡൗൺ ഇൻ ദ ആക്ടില് 2013 കമ്പനീസ് ആക്ടില് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ബൈബാക്കുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇതിന് ഒരു പ്രൊവിഷൻ ഇത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിളൊക്കെ. അപ്പൊ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മസ്റ്റ് ഓതറൈസ് ഇറ്റ്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ബൈബാക്ക് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ ഈസ് റെസ്ട്രിക്റ്റഡ് അപ് ടു 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. നമ്മുടെ നിലവിലുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ഫ്രീ റിസർവിന്റെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ റിസർവിന്റെ 25% കൂടുതൽ അല്ലെങ്കിൽ ആ തുകയുടെ 25% കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ബൈബാക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ ക്യാഷ് അങ്ങോട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വയ്ക്കുന്നത്. അപ്പോ അത് അവിടെ ഒന്ന് ഓർത്തിരിക്കും. 25% പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ അതുപോലെ തന്നെ ഫ്രീ റിസർവിന്റെ 25%-ലധികം എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഷെയർ വാങ്ങിക്കാൻ പാടില്ല. ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഷുഡ് ബി മോർ ദാൻ 2:1 ആഫ്റ്റർ ബൈബാക്ക്. ബൈബാക്കിന് ശേഷം ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ബോറോഡ് ഫണ്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും, നമ്മുടെ ഇക്വിറ്റി ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ റേഷ്യോസ് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഡെറ്റ്
ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന അനുപാതത്തിൽ കൂടാനായിട്ട് പാടില്ല. അതായത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ ഒരു ബേർഡൻ എന്ത് ചെയ്യരുത്, വരരുത്. ഇത്തരത്തിൽ ബൈബാക്ക് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനെ അത് എഫക്റ്റ് ചെയ്യരുത് എന്നാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റേഷ്യോസ് പറയുമ്പോൾ നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇത് ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. എന്താണ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തില് ബൈ ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ബൈബാക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിംഗിൽ പാസ്സാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ റെസൊല്യൂഷൻ പാസ്സാക്കി 12 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ബൈബാക്കിന്റെ എല്ലാ പ്രൊസീഡിങ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിനുള്ളിൽ തന്നെ ബൈബാക്ക് നടത്തിയിരിക്കണം. അതുപോലെ തന്നെ സോൾവൻസി ഡിക്ലറേഷൻ, കമ്പനിയുടെ 2 ഡയറക്ടേഴ്സ് എങ്കിലും സെബിയില് വിത്ത് ദ രജിസ്ട്രാർ ആൻഡ് സെബി. അപ്പോ കമ്പനി രജിസ്ട്രാർ ആൻഡ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയില് ഒരു എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം, ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യണം. 2 ഡയറക്ടേഴ്സ് എങ്കിലും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എന്ത് ഡിക്ലറേഷൻ ആണ് കൊടുക്കേണ്ടത്? ഈ സോൾവൻസി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇൻസോൾവെന്റ് ആവില്ല, അല്ലെങ്കിൽ കമ്പനി ഏതെങ്കിലും കാരണവശാൽ കമ്പനിക്ക് ഒരിക്കലും ഇൻസോൾവൻസിയിലോട്ട്, അതായത് എന്താ പറയാ, ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പാപ്പരായിട്ടുള്ള ഒരു രീതിക്ക് നമ്മൾ പോവില്ല. അല്ലെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ, നമ്മുടെ ഡെറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി നിലവില് കമ്പനിക്ക് ഉണ്ട്, വേണ്ടത്ര ഫണ്ട് ഉണ്ട് എന്നുള്ള ഒരു ഡിക്ലറേഷൻ 2 ഡയറക്ടേഴ്സ് എങ്കിലും സെബിയിലും രജിസ്ട്രാറിന്റെ പക്കലും എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടീഷൻസും ഞാൻ ഇത് വരാൻ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ചോദിച്ചാലോ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. Voluntary return of shares by shareholders to the company for cancellation is called, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്തായിരുന്നു, വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ഷെയർഹോൾഡേഴ്സ് ടു ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് ക്യാൻസലേഷന് വേണ്ടിയിട്ട് അവർ കമ്പനിയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്ക് എന്താ പറയുന്നതെന്നാ പറഞ്ഞത്, സറണ്ടർ ഓഫ് ഷെയർസ് അല്ലേ. കമ്പനി ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനെന്താ പറയുന്നത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെയർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് at a discount for consideration other than cash in return for their providing know-how are called. എന്താ പറഞ്ഞിരിക്കുന്നത്, ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ അറ്റ് എ ഡിസ്കൗണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഇവിടുത്തെ കമ്പനിയുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഒക്കെ അവർ അവർ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഷെയർ ഇഷ്യൂന് എന്താ പറയുന്നത്, ഇതിലേതായിരിക്കും, സ്വെറ്റ് ഇക്വിറ്റി. ഏതാണ്ടൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും, പക്ഷെ ഓരോന്നും വ്യത്യാസമുണ്ട്. അത് ഞാൻ നേരത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. To retain employees of high caliber or to give them a sense of oneness. കണ്ടോ പോയിന്റ് കണ്ടോ, ഹൈ കാലിബറിലുള്ള എംപ്ലോയീസിന് റീറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ give them a sense of oneness നമ്മൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ, കമ്പനി may offer equity shares to be purchased if they wish. Such a scheme is known as, എന്താ അതിനെ പറയുന്നത്, നമ്മളിപ്പോ കുറച്ചു തന്നെ പറഞ്ഞുള്ളൂല്ലോ, എന്താ പറയുന്നത്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ
പ്ലാൻ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അപ്പൊ ഈ വണ്ണസ്, ടു ഗീവ് ദം എ സെൻസ് ഓഫ് വണ്ണസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അല്ലെങ്കിൽ ചിലർ സർട്ടിഫിക്കറ്റ് എഴുതി വെക്കും. ഇനി നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. നമ്മൾ ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ചെയ്യാണ്. പ്രോഫിറ്റ് റീഇഷ്യൂ, ഫോർഫീറ്റഡ് ഷെയർ, ക്യാൻസൽ ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, റീഇഷ്യൂ ചെയ്യാം. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ പാർൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ റീഇഷ്യൂ, ഫോർഫീറ്റഡ് ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ക്യാപിറ്റൽ റിസർവിലേക്കാണ്. അടുത്തത്, ABC കമ്പനി ലിമിറ്റഡ് ഓഫേഴ്സ് certain number of equity shares to its employees. This offer is known as. ABC കമ്പനി ലിമിറ്റഡ് ഓഫർ certain number of equity shares to its employees. എംപ്ലോയീസിന് കൊടുത്തു. അപ്പൊ ഇത് ഏതാണ്? ഇതിൽ ഏതാ ഷെയർ വരുന്നത്? സർട്ടിഫിക്കറ്റ് ആണോ, റൈറ്റ് ഇഷ്യൂ ആണോ, ബോണസ് ആണോ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണോ? ഏതാ? എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. ഓഫർ സർട്ടൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ഇറ്റ്സ് എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് ഇത് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ഈ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ ഓഫർ ചെയ്യുന്നത് ഏതാണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. അടുത്തത്, റൈറ്റ് ഇഷ്യൂ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ആർക്കാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അടുത്തത്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ ഈസ് കോൾഡ്. 10 രൂപ വിലയുള്ള ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂന് എന്താ പറയുന്നത്? ഇഷ്യൂ അറ്റ് പ്രീമിയം. ഇഷ്യൂ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാന്നാണ് പറയുന്നത്. അടുത്തത്, വെൻ ഷെയർസ് ആർ ഓവർ സബ്സ്ക്രൈബ്ഡ്. ഓവർ സബ്സ്ക്രിപ്ഷൻ, നമ്മൾ ഓഫർ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതൽ ഷെയർ ആളുകൾ വാങ്ങിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ഈസ് മെയ്ഡ് ഓൺ. അലോട്ട്മെന്റ് എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്? നമ്മളൊരു വേർഡ് പഠിച്ചല്ലോ, പ്രൊറേറ്റ ബേസിസിൽ. പ്രൊറേറ്റ ബേസിസിൽ, ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിലാണ് അലോട്ട്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? ആദ്യം മുതലേ വീഡിയോസ് ഒക്കെ ഓർഡർ ആയിട്ട് കാണണം, അപ്പോഴാണ് നമുക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി can be called up only in the event of winding. ഇതിന്റെ സമയത്ത് നമ്മൾ കോൾഡ് അപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിനെ എന്താ പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. വൈൻഡിങ് അപ്പിന്റെ ടൈമിലേക്ക് കോൾഡ് അപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിന് എന്താ പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അടുത്തത്, when shares are forfeited, share capital amount is debited by. ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര രൂപയ്ക്കാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്? എത്ര രൂപയാണോ കോൾഡ് അപ്പ് ചെയ്ത എമൗണ്ട്, ഷെയറിന്റെ കോൾഡ് അപ്പ് എമൗണ്ടിന്റെ അത്രയും രൂപയുടെ ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. കോൾഡ് അപ്പ് എമൗണ്ട് ഓൺ ഷെയർസ്. കമ്പനി വിളിച്ചെടുത്ത എത്ര രൂപ കമ്പനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ആ തുകയാണ് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി ക്രെഡിറ്റ് പോയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും.
ഇതൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്ലാസ് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ എ ഷെയർ ഓഫ് ₹10 forfeited ഓൺ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹3 ക്യാൻ ബി റീ ഇഷ്യൂഡ് അറ്റ് എ മാക്സിമം ഡിസ്കൗണ്ട് ഓഫ് എത്രയാണ്? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 3 രൂപ നൽകിയില്ല എന്ന കാരണത്താൽ, അല്ലെങ്കിൽ 3 രൂപ കോള് വിളിച്ചപ്പോൾ ആൾക്ക് തരാനായിട്ട് പറ്റിയില്ല, അപ്പൊ അങ്ങനെ ഷെയർ ക്യാൻസൽ ചെയ്തു. ആ ഷെയർ വീണ്ടും റീ ഇഷ്യൂ ചെയ്യുമ്പോ മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? 10 - 3 7 രൂപയാണ്. നമുക്ക് ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനും ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ ഗ്രൂപ്പിൽ 2-3 പേരൊക്കെ ഡൗട്ട് ചോദിച്ചപ്പോഴും ഞാൻ അവർക്കും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 7 രൂപയാണ്. എത്ര രൂപ? ഈ 10ൽ നിന്ന് -3 ചെയ്ത 7 രൂപയാണ് മാക്സിമം നമുക്ക് കൊടുക്കാവുന്ന. ഇനി റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് കമ്പനി പുട്സ് റെസ്ട്രിക്ഷൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഷെയർസ്. ഒരു കമ്പനി, ഏത് ടൈപ്പിലുള്ള കമ്പനിയാണ് റെസ്ട്രിക്ഷൻ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്? ഏത് ടൈപ്പിലുള്ള ഷെയർസ് ആണ്? ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ പറയാം കേട്ടോ. ഷെയർസ് വെച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ആർ കോൾഡ്. പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? Dash is an invitation made by the company to the public for subscription of shares. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ കമ്പനി ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ത് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്? നമുക്കറിയാവുന്ന കാര്യം, ഇത് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ അലോട്ട്മെന്റ് ഓഫ് ഷെയർ ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഇതെല്ലാം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് കേട്ടോ. 5, ദ എമൗണ്ട് ഓഫ് ഷെയർ പ്രീമിയം റിസീവ്ഡ് ബൈ ദ കമ്പനി ഈസ് ഷോൺ ആണ് ദ ഹെഡിങ് ഡാഷ് ഇൻ ദ കമ്പനീസ് ബാലൻസ് ഷീറ്റ്. കമ്പനി പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രീമിയം എമൗണ്ട്, ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഏതിന്റെ അണ്ടറിലാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് ഫുള്ളി ദ ബാലൻസ് ഇൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഷെയർ ക്യാൻസൽ ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു, അത് വീണ്ടും റീഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടേക്കാണ് നമ്മൾ കാണിക്കേണ്ടത്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഈ 6 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ. Okay, thank you.